ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ശ്രീ വിഷ്ണു സഹസ്രനാമ സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമുക്ക് പഠിക്കേണ്ട ശ്ലോകം 44. വൈകുണ്ഠപുരുഷപ്രാണഃ പ്രാണദ പ്രണവപൃഥുഃ ഹിരണ്യഗർഭശത്രുഘ്നോ വ്യാപ്തോ വായുരഥോക്ഷജഃ. 43-ാമത്തെ ശ്ലോകം പഠിച്ചു കഴിഞ്ഞപ്പോൾ 405 നാമങ്ങൾ പഠിച്ചു. ഇന്ന് പഠിക്കേണ്ട ശ്ലോകം 44. ഇതിൽ 11 നാമങ്ങളുണ്ട്. ഏതൊക്കെയാ നാമം നോക്കാം. വൈകുണ്ഠഃ, പുരുഷഃ, പ്രാണഃ, പ്രാണദഃ, പ്രണവഃ, പൃഥുഃ, ഹിരണ്യഗർഭഃ, ശത്രുഘ്നഃ, വ്യാപ്തഃ, വായുഃ, അഥോക്ഷജഃ. 11 നാമങ്ങൾ. ഒന്നുകൂടെ പറയാം. വൈകുണ്ഠഃ, പുരുഷഃ, പ്രാണഃ, പ്രാണദഃ, പ്രണവഃ, പൃഥുഃ, ഹിരണ്യഗർഭഃ, ശത്രുഘ്നഃ, വ്യാപ്തഃ, വായുഃ, അഥോക്ഷജഃ. 11 നാമങ്ങൾ. ഇനി ഓരോ നാമങ്ങൾ എടുത്തർത്ഥം നോക്കാം. വൈകുണ്ഠപുരുഷപ്രാണഃ പ്രാണദ പ്രണവപൃഥുഃ ഹിരണ്യഗർഭോ ഹിരണ്യഗർഭശത്രുഘ്നോ വ്യാപ്തോ വായുരഥോക്ഷജാം. 405 മുതൽ 415 വരെയുള്ള നാമങ്ങൾ. ആദ്യത്തെ നാമം വൈകുണ്ഠഃ. വൈകുണ്ഠൻ രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ഭൂതഗതി തടസ്സം ചെയ്യുന്നവൻ, ഭൂതഗതിയെ തടസ്സം ചെയ്യുന്നവൻ. രണ്ടാമത്തെ, വികുണ്ഠനായി അവതരിച്ച് വൈകുണ്ഠം സൃഷ്ടിച്ചവൻ. ഇങ്ങനെ രണ്ടർത്ഥം. സൃഷ്ടിയുടെ ആദിയിൽ സൂക്ഷ്മമായിരുന്ന പഞ്ചഭൂതങ്ങൾ ഒന്നിനൊന്ന് ബന്ധമില്ലാതെ സ്വതന്ത്രമായി സഞ്ചരിച്ചിരുന്നു. ഇങ്ങനെ ചിതറിക്കിടന്നിരുന്ന പഞ്ചഭൂതങ്ങളെ അന്യോന്യം ചേർത്ത് അവയുടെ ഗതിയെ ഭഗവാൻ സങ്കല്പത്താൽ മാത്രം തടഞ്ഞു. അതുകൊണ്ട് ഭഗവാൻ വൈകുണ്ഠൻ. ഇനി മഹാഭാരതം ശാന്തി പർവ്വത്തിൽ ഭഗവാൻ ഭൂമിയെ ജലത്തോടും ആകാശത്തെ വായുവിനോടും വായുവിനെ അഗ്നിയോടും യോജിപ്പിച്ചതുകൊണ്ട് ഭഗവാനിൽ വൈകുണ്ഠത്വം സ്ഥിതി ചെയ്യുന്നു എന്ന് ശാന്തി പർവ്വത്തിൽ പറയുന്നുണ്ട്. മയാ സംശ്ലേഷിതാ ഭൂമിരദ്ഭിർവ്യോമ ച വായുന വായുശ്ച തേജസാ സാർദ്ധം വൈകുണ്ഠത്വം തതോ മമ. അതായത് പ്രതിബന്ധമില്ലാത്തവൻ വൈകുണ്ഠൻ എന്നും വികുണ്ഠം എന്ന പദം കൊണ്ട് വിഗതാ കുണ്ഠായസ്യ സ എന്ന് വിഗ്രഹിച്ച വികുണ്ഠ ഏവ വൈകുണ്ഠ എന്ന് വരുന്നു. വികുണ്ഠൻ തന്നെയാണ് വൈകുണ്ഠൻ. തന്നെ പ്രാപിക്കുവാൻ ആത്മാർത്ഥമായി ശ്രമിക്കുന്ന ഭക്തന്മാരുടെ പുരോഗതിയിലുള്ള വിഘ്നങ്ങളെ ഇല്ലാതെയാക്കി മാർഗം സുഗമമാക്കുവാൻ ഭഗവാൻ സുഗമമാക്കുന്നു. അതുകൊണ്ട് ഭഗവാൻ വൈകുണ്ഠൻ. ഇനി വിഷ്ണു പുരാണത്തിൽ രൈവത എന്ന 5-ാമത്തെ മന്വന്തരത്തിൽ ശുഭ്രനും വികുണ്ഠനും, വികുണ്ഠയ്ക്കും, വികുണ്ഠ എന്ന സ്ത്രീക്കും ശുഭ്രൻ എന്ന പുരുഷനും പുത്രനായി ഭഗവാൻ വൈകുണ്ഠൻ എന്ന നാമത്തിൽ അവതരിച്ച് ലക്ഷ്മി ദേവിയെ തന്നെ രമ എന്ന പേരിൽ ഭാര്യയാക്കി അവരുടെ സന്തോഷത്തിനായി വേറൊരു ലോകം സൃഷ്ടിച്ചു. അതാണ് വൈകുണ്ഠമെന്നും പറയുന്നു. വിഷ്ണു പുരാണത്തിൽ ചാക്ഷുഷേ ചാന്തരേ ദേവോ വൈകുണ്ഠ പുരുഷോത്തമ വികുണ്ഠയാമസൗ ജജ്ഞേ വൈകുണ്ഠൈർദൈവതൈ സഹ. അതുകൊണ്ടും വൈകുണ്ഠൻ. അപ്പം അടുത്ത നാമം പുരുഷഃ. രണ്ടർത്ഥമുണ്ട്. ഒന്ന്, ആദിയിൽ എല്ലാത്തിനെയും ദഹിപ്പിക്കുന്നവനെന്നും രണ്ടാമത്തെ ശരീരത്തിൽ കുടികൊള്ളുന്നവനെന്നും. പുരി എന്ന് പറഞ്ഞാൽ ശരീരം. അപ്പോൾ പരമാത്മാവായ മഹാവിഷ്ണു
ഏറ്റവും ആദ്യം ഉണ്ടായിരുന്നു. അദ്ദേഹം എല്ലാ പാപങ്ങളെയും ദഹിപ്പിച്ചു. അതുകൊണ്ട് പുരുഷനായി. ഇത് ബൃഹദാരണ്യ ഉപനിഷത്തിൽ പറയുന്നു, സയത് പൂർവോസ്മാത് സർവസ്മാത് സർവാൻ പാപപ്ന ഓഷത് തസ്മാത് പുരുഷ. അതായത് എല്ലാ പാപങ്ങളെയും നശിപ്പിച്ചതുകൊണ്ട് പുരുഷനായി എന്നർത്ഥം വന്നു. ഇനി 14-ാം നാമവും പുരുഷൻ എന്ന് വന്നിട്ടുണ്ട്. അതിന് പുരത്തിൽ വസിക്കുന്നത് കൊണ്ട് പുരുഷൻ എന്നർത്ഥം എടുത്തായിരുന്നു. സാവായം പുരുഷ സർവാസു പുരുഷു പുരുഷയ. അതായത് ഇവൻ സകല ശരീരങ്ങളിലും ചെയ്യിക്കുന്നവനാവുന്നു. അതുകൊണ്ട് പുരുഷൻ എന്ന പേര്. പാപങ്ങളെ നശിപ്പിച്ച് ജനങ്ങളെ പരിശുദ്ധരാക്കി രക്ഷിക്കുന്നവൻ പുരുഷൻ. അത് മഹാവിഷ്ണു തന്നെ. അടുത്ത നാമം പ്രാണക, പ്രാണൻ. രണ്ടർത്ഥം, ഒന്ന് ക്ഷേത്രജ്ഞനെന്നും ഒന്ന് പ്രവർത്തിപ്പിക്കുന്നവനെന്നും. ക്ഷേത്രജ്ഞൻ എന്ന് പറഞ്ഞാൽ പ്രാണ എന്ന നാമം 66, 320 നാമങ്ങളിൽ വന്നിട്ടുണ്ട്. അത് മഹാവിഷ്ണു എല്ലാ ശരീരത്തിലും, ശരീരമാണ് ക്ഷേത്രജ്ഞനായി നിൽക്കുന്നു എന്ന് ഭഗവാൻ തന്നെ ഗീതയിൽ പറഞ്ഞു. ഭഗവത്ഗീത 13-ാം അധ്യായത്തിൽ 3-ാം ശ്ലോകത്തിൽ ക്ഷേത്രജ്ഞം ചാവിമാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. എല്ലാ ക്ഷേത്രങ്ങളിലും ഞാൻ, എല്ലാ ശരീരങ്ങളിലും ക്ഷേത്രജ്ഞനായി സ്ഥിതി ചെയ്യുന്നു. അടുത്തത്, ഹേ ഭാരത, എല്ലാ ക്ഷേത്രങ്ങളിലും ഞാൻ തന്നെയാണ് ക്ഷേത്രജ്ഞനെന്ന് നീ മനസ്സിലാക്കണം. ഈ സ്മൃതിവാക്യത്തിൻ്റെ അർത്ഥം ഭഗവാൻ ജീവാത്മാവായി ജീവൻ നിലനിർത്തുന്നു എന്നാണ്. അപ്പോൾ അതുകൊണ്ടും ഭഗവാൻ പ്രാണക. പ്രാണവായുവിൻ്റെ രൂപമെടുത്ത് പ്രവർത്തികളെല്ലാം ചെയ്യിപ്പിക്കുന്നത് പ്രാണശക്തിയാണ്. അതുകൊണ്ട് ഭഗവാൻ പ്രാണക. വിഷ്ണുപുരാണത്തിൽ ചേഷ്ടാങ്കരോതി ശ്വസനസ്വരൂപി എന്ന്, അതായത് ശ്വസനസ്വരൂപി, പ്രാണവായുവിൻ്റെ രൂപമെടുത്ത് പ്രവർത്തികളെല്ലാം ചെയ്യിപ്പിക്കുന്നവൻ എന്നർത്ഥം. അടുത്ത നാമം പ്രാണദഹ. പ്രാണദഹ, പ്രാണനെ ഖണ്ഡിക്കുന്നവൻ. 65-ാമത്തെ നാമത്തിൽ പ്രാണശബ്ദം വന്നപ്പം പ്രാണൻ നൽകുന്നവനെന്നും, 321-ാമത്തെ നാമത്തിൽ പ്രാണത എന്നതിന് പ്രാണന് ബലം കൊടുക്കുന്നവനെന്നും, അല്ല, ബലം കൊടുക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നവനെന്നും പറഞ്ഞു. ഇവിടെ സംഹാരകാലത്തിൽ സംഘർഷണനായി രുദ്രരൂപം പൂണ്ട്, രൗദ്രഭാവം പൂണ്ട് എല്ലാ ജീവജാലങ്ങളുടെയും പ്രാണനെ ഖണ്ഡനം ചെയ്യുന്നു എന്ന അർത്ഥത്തിൽ പ്രാണദഹ എന്ന് ഭഗവാന് പേര്. അപ്പോൾ പ്രാണനെ ഖണ്ഡിപ്പിക്കുന്നവനെന്നും പ്രാണനെ രൗദ്രഭാവം പൂണ്ട് ഇല്ലാതെ ആക്കുന്നവനെന്നും പ്രാണനെ നൽകുന്നവനെന്നും ഒക്കെ അർത്ഥം. അടുത്ത നാമം, ഇവിടുത്തെ അർത്ഥം എല്ലാ ജീവജാലങ്ങളുടെയും പ്രാണനെ ഖണ്ഡനം ചെയ്യുന്നവൻ എന്ന് സംഹാരകാലത്ത് ചെയ്യുന്നു. അതുകൊണ്ട് അടുത്ത നാമം പ്രണവക. പ്രണവം എന്ന വാക്കിൻ്റെ അർത്ഥം ഓങ്കാരം, ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം പ്രകർഷേണ സ്തുതിക്കപ്പെടുന്നവൻ. മൂന്നാമത്തെ അർത്ഥം നമസ്കരിക്കപ്പെടുന്നവൻ. അപ്പോൾ ഈ 3 അർത്ഥമുണ്ട്. അതിൽ സനൽകുമാര വചനം അനുസരിച്ച് മഹാവിഷ്ണുവിന് പ്രണവ എന്ന നാമം വന്നത് അദ്ദേഹത്തെ വേദങ്ങൾ പ്രണമിക്കുന്നതിനാലാണ്. പ്രണമന്തീഹ വൈ വേദ തസ്മാത് പ്രണവം ഉച്യതേ. ബ്രഹ്മാവ് തുടങ്ങി സർവ്വ സൃഷ്ടികളും ഭഗവാനെ എപ്പോഴും സ്തുതിക്കുന്നു. ഓം എന്നാണ് ഭഗവാനെ സ്മരിക്കുന്നത്. തസ്യ വാചക പ്രണവ എന്ന പതഞ്ജലി യോഗ സൂത്രപ്രകാരം ഓം എന്നതാണ് ഭഗവാനെ സൂചിപ്പിക്കുന്ന വാചകം. ഇനി ഭഗവാൻ തന്നെ ഗീതയിൽ, ഭഗവത്ഗീത 10-ാം അധ്യായത്തിൽ 25-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ഗിരാം അസ്മി ഏകമക്ഷരം. ഗിരാം അസ്മി ഏകമക്ഷരം, ഗിരാമസ്മേകമക്ഷരം എന്ന്. അതായത് വാക്കുകളിൽ ഏകാക്ഷരമായ ഓങ്കാരമാണ് ഞാൻ
എന്ന് വിഭൂതി യോഗത്തിൽ പറയുന്നു. ഇനി ഓം എന്ന ശബ്ദത്തിൻ്റെ പ്രാധാന്യം ക്ഷരാക്ഷര ബ്രഹ്മയോഗത്തിൽ വ്യക്തമായി പറയുന്നു. ഓം എന്ന ഏകാക്ഷരത്തെ ഉച്ചരിച്ചും ഭഗവാനെ സ്മരിച്ചും ശരീരം പരിത്യജിക്കുന്നവൻ സർവോത്കൃഷ്ടമായ ഗതിയെ പ്രാപിക്കുന്നു. അതായത് ഓം ഇത്യേകാക്ഷരം ബ്രഹ്മ വ്യാഹരൻ മാമനുസ്മരൻ യപ്രയാതി ത്യജൻ ദേഹം സായാതി പരമാഗതിം. അതായത് ഓങ്കാരം എന്ന പ്രണവമന്ത്രം അക്ഷരം ഉച്ചരിച്ചുകൊണ്ട് ദേഹം ത്യജിക്കുന്ന, ശരീരം പരിത്യജിക്കുന്നവൻ സർവോത്കൃഷ്ടമായ ഗതിയെ പ്രാപിക്കുന്നു. ഭഗവത്ഗീത 8-ാം അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകത്തിൽ. തൈത്തിരീയ ഉപനിഷത്തിലും ഓം എന്ന ശബ്ദത്തിനെ ബ്രഹ്മമായി ഉപാസിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓം ഇതി ബ്രഹ്മ എന്ന്. പിന്നെ ഓം ഇത്യേവം ധ്യായത ആത്മാനം, ആത്മാവിനെ ഓം എന്നിങ്ങനെ ധ്യാനിക്കുന്നവനെന്നും മുണ്ടകോപനിഷത്തിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ടൊക്കെ ഭഗവാൻ ഓം അല്ലേ, പ്രണവം, ഓങ്കാരം. അടുത്ത നാമം പൃഥു. പൃഥുഹു സർവവ്യാപി എന്നർത്ഥം. പ്രപഞ്ചരൂപത്തിൽ മഹാവിഷ്ണു വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതിനാൽ പൃഥു. സൂക്ഷ്മമായ ഓങ്കാരം പ്രപഞ്ചത്തിൽ പരന്ന് ലോകമായി 9-ാമത്തെ അംശാവതാരത്തിൽ ഭഗവാൻ പൃഥു ചക്രവർത്തിയായി അവതരിച്ചുവെന്ന് ശ്രീമദ് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. അതായത് ഭാഗവതത്തിൽ ഋഷിർഭിര്യാജിതോപേജി നവമം പാർത്ഥിവം വപൂന്ന്. സൂക്ഷ്മമായ ഓങ്കാരം പ്രപഞ്ചത്തിൽ പരന്ന് ലോകമായി 9-ാമത്തെ അംശാവതാരത്തിൽ ഭഗവാൻ പൃഥു ചക്രവർത്തിയായി അവതരിച്ചു. അതുകൊണ്ട് പൃഥു എന്ന് ഭഗവാന് പേര്. അടുത്ത നാമം ഹിരണ്യഗർഭ, ലോകപിതാമഹനായ ബ്രഹ്മാവ് എന്നർത്ഥം. അതായത് ബ്രഹ്മാവിൻ്റെയും അച്ഛനാണ് മഹാവിഷ്ണു അല്ലേ. ബ്രഹ്മാവ് മഹാവിഷ്ണുവിൽ നിന്നാണ് ജനിച്ചത്. ഹിരണ്യഗർഭൻ. മഹാവിഷ്ണു ജലത്തിൽ യോഗനിദ്രയിൽ ആണ്ട മഹാവിഷ്ണു സമയജ്ഞനായതിനാൽ ബീജം വിസർജിക്കുകയും അത് കോടി സൂര്യപ്രഭയുള്ള ഒരു ഹൈമ അണ്ടമാകുകയും, ഹൈമം ഹേമം എന്നൊക്കെ പറഞ്ഞാൽ സ്വർണ്ണ നിറത്തിലുള്ള ഒരു അണ്ടമാകുകയും അതിൽ നിന്ന് സർവ്വലോക പിതാമഹനായ ബ്രഹ്മാവ് ജനിച്ചും എന്നൊക്കെയാണ് മനുസ്മൃതിയിൽ പറയുന്നത്. സോഭിധ്യായ ശരീരാൽസ്വാൽ സൃക്ഷുർവിവിധ പ്രജാഃ അപയേവ സമർജാദൗ താസു ബീജമവാസൃജത് തദണ്ഡമവ ഹൈമം സഹസ്രാംശു സമപ്രഭം തസ്മൻ ജജ്ഞേ ബ്രഹ്മ സർവലോകപിതാമഹ. അപ്പം സർവലോകത്തിനും പിതാമഹനായ ബ്രഹ്മാവിൻ്റെ പേരാണ് ഹിരണ്യഗർഭൻ. അത് ഭഗവാൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഹിരണ്യഗർഭൻ എന്നും ഭഗവാന് പേര്. അടുത്ത നാമാണ് ശത്രുഘ്നഃ. ശത്രുഘ്നൻ, ശത്രുക്കളെ ഹനിക്കുന്നവൻ. വിഘ്നൻ എന്ന് പറഞ്ഞാൽ ഹനിക്കുക. അപ്പം ലോകത്തെ സംരക്ഷിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള ദേവന്മാർ അതിൽ അലംഭാവം കാണിക്കുമ്പോൾ, അതിൽ നിന്ന് വ്യതിചരിക്കുമ്പോൾ ഭഗവാൻ അവരെ നശിപ്പിക്കുന്നു. അതുകൊണ്ട് ഭഗവാന് പേര് ശത്രുഘ്നൻ. തന്നെ പ്രാപിക്കുവാനായി ശ്രമിക്കുന്ന ഭക്തന്മാരുടെ കാമക്രോധ ആദികളായ ശത്രുക്കളെ തൻ്റെ ഭക്തന്മാരോടുള്ള കാരുണ്യം കൊണ്ട് അവരിൽ വൈരാഗ്യം ജനിപ്പിച്ച് ഉന്മൂലനാശം ചെയ്യുന്നു. അതുകൊണ്ട് ഭഗവാൻ ശത്രുഘ്നൻ. ഇനി ശ്രീരാമ അവതാരത്തിൽ മഹാവിഷ്ണു തന്നെ ചതുർയുഗമായി ഭവിച്ചു. അതിനാൽ സൗമിത്രിയായ ശത്രുഘ്നനെ പറ്റി രാമായണ കർത്താവ്, അതായത് വാൽമീകി, കലവറയില്ലാതെ പ്രശംസിച്ചു. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ വാൽമീകി രാമായണത്തിൽ ശത്രുഘ്നോ നിത്യശത്രുഘ്ന എന്ന്. അതുകൊണ്ട് ഭഗവാന് പേര് ശത്രുഘ്നൻ. ഇനി അടുത്ത നാമം വ്യാപ്തഃ, വ്യാപിച്ചവൻ. കാരണരൂപത്തിൽ എല്ലാ കാര്യങ്ങളിലും ഭഗവാൻ സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് വ്യാപ്തൻ. ഭഗവാൻ സർവഗതനായതിനാൽ പ്രപഞ്ചത്തിലെ എല്ലാത്തിലും വ്യാപിച്ച്
സൃഷ്ടികൾക്കും ചേഷ്ടകൾക്കും കാരണമായിത്തീരുന്നു. പ്രിയാമോ വിരോധമോ, പ്രിയം എന്ന് പറഞ്ഞാൽ ഇഷ്ടം, പ്രത്യേക ഇഷ്ടമോ വിരോധമോ ഒന്നും കൂടാതെ ഞാൻ എല്ലാ ഭൂതങ്ങളിലും സമമായി വ്യാപിച്ചിരിക്കുന്നുവെന്ന് ഭഗവത്ഗീത 9-ാം അധ്യായത്തിൽ 29-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. സമോഹം സർവഭൂതേഷു നമേ ദ്വേഷു അസ്തി ന പ്രിയ. ഇവിടെ കാരണം ഫലത്തിൽ അന്തർഭൂതമായിരിക്കുന്നു, അതുകൊണ്ടും ഭഗവാൻ വ്യാപ്തക. അടുത്ത നാമം വായുഹു, ഗന്ധമുണ്ടാക്കുന്നവനെന്നർത്ഥം. വായുവിൽ ഭഗവാൻ അന്തര്യാമിയായിരുന്ന അതിന് ശക്തി നൽകുന്നു. ഭൂമിയിൽ ഞാൻ പുണ്യമായ ഗന്ധമാകുന്നു എന്ന് ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നു. 7-ാം അധ്യായത്തിൽ 9-ാമത്തെ ശ്ലോകത്തിൽ പുണ്യോ ഗന്ധ പൃഥിവ്യാം ച, ഗന്ധമുണ്ടാക്കുന്നതിനാൽ വായു എന്ന് പേര്. യോ വായോ തിഷ്ടൻ വായോരന്തരഹ, ആരാണോ വായുവിൽ, വായുവിൻ്റെ ഉള്ളിലിരിക്കുന്നവൻ, വായുവിൻ്റെ ഉള്ളിൽ സ്ഥിതി ചെയ്ത് ഭഗവാൻ വായുവിനെ നിയന്ത്രിക്കുന്നു, അതുകൊണ്ട് ഭഗവാന് പേര് വായു. അടുത്ത നാമ അഥോക്ഷജഹ. അഥോക്ഷജഹ, അഥഹ എന്ന് പറഞ്ഞാൽ കീഴ്പോട്ട്, താഴെ, ക്ഷയിക്കാത്തവൻ, താഴോട്ട് പോകാത്തവൻ എന്നർത്ഥം. രണ്ടാമത്തെ അർത്ഥം വിരാട് സ്വരൂപൻ. മൂന്നാമത്തെ അർത്ഥം അന്തർമുഖമായി ധ്യാനത്തിൽ പ്രാപിക്കാവുന്നവൻ. മൂന്നർത്ഥമുണ്ട്. തൻ്റെ സ്വരൂപത്തിൽ നിന്ന് ഒരു കാലത്തും താഴോട്ട് ക്ഷയിക്കാത്തതിനാൽ അഥോക്ഷജൻ എന്ന് ഭഗവാന് പേര്. ഇനി മഹാഭാരതത്തിൽ ഉദ്യോഗപർവത്തിൽ പറയുന്നു, അഥോ നക്ഷീയതേ ജാതു യസ്മാത് തസ്മാത് അഥോക്ഷജ എന്ന് ഉദ്യോഗപർവത്തിൽ തന്നെ പറയുന്നതാണ്. ഇനി ദ്യൗരക്ഷം പൃഥിവീ ചാഥ ത്രയോ തസ്മാ ജായത മധ്യേ വൈരാജരൂപേണ. ഇവിടെ പറയുന്നത് അഥോക്ഷജൻ, അക്ഷമെന്നാൽ ആകാശമെന്നും അധ എന്നാൽ പൃഥ്വി എന്നും, അവയുടെ മധ്യത്തിൽ വിരാട് പുരുഷൻ വിളങ്ങിയതുകൊണ്ടും അഥോക്ഷജൻ എന്ന് മഹാവിഷ്ണുവിന് പേരെന്ന് പറയുന്നു. ഇനി ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കിയാൽ ദൃശ്യമാവുന്നത് കൊണ്ട് അഥോക്ഷജൻ എന്ന് വേറെ. അഥോ ഭൂതേ അക്ഷഗണേ പ്രത്യഗ്രൂപപ്രവാഹിതേ ജാതസ്യ തസ്യ വൈജ്ഞാനം തേനോധക്ഷജ ഉച്യതേ. അങ്ങനെയും പറയുന്നുണ്ട്. ഇനി അക്ഷഗണങ്ങൾ എന്നാൽ ഇന്ദ്രിയങ്ങൾ, പ്രത്യഗ്രൂപ പ്രവാഹത്തെ അന്തർമുഖമാക്കുക, അപ്പോൾ പരമാത്മജ്ഞാനം ലഭിക്കുന്നു. ഇന്ദ്രിയങ്ങളെ അന്തർമുഖമാക്കിയാൽ ദൃശ്യമാവുന്നത് കൊണ്ടും അഥോക്ഷജൻ. വിഷ്ണുപുരാണത്തിൽ തദേവ സർവമേ വൈദ്യ തെക്താവിക്ത സ്വരൂപവത് തഥാ പുരുഷരൂപേണ കാലരൂപേണ ചാസ്ഥിതം. പരബ്രഹ്മം തന്നെ അവ്യക്തങ്ങളായ കാരണങ്ങളും വ്യക്തങ്ങളായ കാര്യങ്ങളായി കാണപ്പെടുന്നു. ഈ സകല പ്രപഞ്ചത്തിൻ്റെ രൂപത്തിലും ഇതിൻ്റെ സാക്ഷിയായ പുരുഷൻ്റെയും കാലത്തിൻ്റെയും രൂപത്തിലും സ്ഥിതി ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ വ്യക്തവും അവ്യക്തവുമായ രൂപത്തിൽ കാലരൂപത്തോടുകൂടി സ്ഥിതി ചെയ്യുന്നു എന്ന് വിരാട സ്വരൂപത്തെ വിഷ്ണുപുരാണം വർണ്ണിക്കുന്നു. ഇനി നമ്മൾക്ക് ഈ ശ്ലോകത്തിൻ്റെ പൂർണ്ണാർത്ഥം നോക്കാം. വൈകുണ്ഠപുരുഷ പ്രാണക പ്രാണത പ്രണവപൃഥോ ഹിരണ്യഗർഭശത്രുഘ്നോ വ്യാപ്തോ വായുരഥോക്ഷജ. വൈകുണ്ഠൻ എന്ന വാക്കിൻ്റെ അർത്ഥം പഞ്ചഭൂതങ്ങളുടെ സ്വതന്ത്ര സഞ്ചാരത്തെ തടഞ്ഞ് അവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്നവനെന്നർത്ഥം. വികുണ്ഠയുടെ പുത്രനായി ജനിച്ച് വൈകുണ്ഠലോകം സൃഷ്ടിച്ചവനെന്നർത്ഥം. പ്രതിബന്ധങ്ങളൊന്നും ഇല്ലാത്തവനെന്നർത്ഥം. പുരുഷക, അടുത്ത നാമം പുരുഷൻ, ആദിയിലുണ്ടായവനെന്നും പാപങ്ങളെ ദഹിപ്പിക്കുന്നവനെന്നും. അടുത്ത നാമം പ്രാണക, പ്രാണത, പ്രാണൻ എന്ന് പറഞ്ഞാൽ ജീവാത്മാവായി ജീവൻ നിലനിർത്തുന്നവൻ പ്രാണൻ എന്നും. പ്രാണദഹ, സൃഷ്ടികാലത്ത് പ്രാണനെ നൽകുന്നവൻ, അന്ത്യത്തിൽ പ്രാണനെ നശിപ്പിക്കുന്നവൻ എന്നൊക്കെ അർത്ഥം. പ്രണവക, പ്രണവക എന്ന് പറഞ്ഞാൽ ഓങ്കാരം, പ്രണവ
മന്ത്രം, ഓങ്കാരം, പ്രണമിക്കപ്പെടുന്നവൻ, നന്നായി സ്തുതിക്കപ്പെടുന്നവൻ എന്നൊക്കെ അർത്ഥം. പൃഥു ചക്രവർത്തിയായി അവതരിച്ചവൻ, സർവവ്യാപിയായിരിക്കുന്നു, അതുകൊണ്ട് പൃഥു. അടുത്തത് ഹിരണ്യഗർഭ, ബ്രഹ്മാണ്ട സ്വരൂപൻ എന്നർത്ഥം. ഹിരണ്യ അണ്ടത്തിൽ നിന്ന് ജനിച്ച ബ്രഹ്മാവ് എന്ന് വേറൊരർത്ഥം. ശത്രുഘ്നഹ, ശത്രുക്കളെ ഹനിക്കുന്നവൻ. വ്യാപ്തക, സർവവ്യാപിയായിരിക്കുന്നവൻ. വായുഹു, ഗന്ധവാഹനായ വായു തന്നെയായവൻ. അഥോക്ഷജഹ, ക്ഷയിച്ച് കീഴ്പോട്ട് പോകാത്തവൻ. ആകാശ ഭൂമികളുടെ മധ്യത്തിൽ വിരാട് പുരുഷനായി വിളങ്ങുന്നവൻ എന്നൊക്കെ അർത്ഥം. ഇന്ദ്രിയങ്ങളെ അധോമുഖമാക്കിയാൽ കാണപ്പെടുന്നവനെന്നും അർത്ഥം. അപ്പം ഈ ശ്ലോകത്തിൻ്റെ ടോട്ടൽ അർത്ഥം: വൈകുണ്ഠ പുരുഷ പ്രാണക പ്രാണത പ്രണവ പൃഥോ ഹിരണ്യഗർഭശത്രുഘ്നോ വ്യാപ്തോ വായുരഥോക്ഷജഃ. വികുണ്ഠയുടെ പുത്രനായി അവതരിച്ച് ഭക്തരുടെ മോക്ഷഗതിക്കുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും ഇല്ലാതാക്കുന്ന വൈകുണ്ഠം സൃഷ്ടിച്ചവനും പുരിയിൽ അല്ലെങ്കിൽ ശരീരത്തിൽ കുടികൊള്ളുന്നവനും ശരീരങ്ങളിൽ പ്രാണനായി നിലകൊണ്ട് ജീവജാലങ്ങളെ പ്രവർത്തിപ്പിക്കുന്നവനും പ്രാണന് സംഹാരകാലത്ത് കണ്ണിക്കുന്നവനും പ്രകർഷേണ സ്തുതിക്കപ്പെടുന്നവനും പ്രപഞ്ചരൂപിയായതിനാൽ പൃഥുവായ രൂപമുള്ളവനും സ്വർണവർണ്ണമായ അണ്ടം വിസർജിച്ച് അതിൽ നിന്ന് സൃഷ്ടാവായ ബ്രഹ്മദേവനെ സൃഷ്ടിച്ചവനും ശത്രുക്കളെ ഹനിക്കുന്നവനും എല്ലാ സൃഷ്ടികളിലും വ്യാപിച്ചവനും ഗന്ധവാഹനനായുള്ളവനും അന്തർമുഖധ്യാനത്താൽ പ്രാപിക്കാവുന്നവനും ഭഗവാൻ തന്നെ. വൈകുണ്ഠ പുരുഷ പ്രാണക പ്രാണത പ്രണവ പൃഥോ ഹിരണ്യഗർഭശത്രുഘ്നോ വ്യാപ്തോ വായുരഥോക്ഷജഃ. ഒന്നുകൂടെ പറയാം. വികുണ്ഠയുടെ പുത്രനായി അവതരിച്ച ഭക്തരുടെ മോക്ഷഗതിക്കുണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളും ഇല്ലാതാക്കുന്ന വൈകുണ്ഠം സൃഷ്ടിച്ചവനും പുരിയിൽ അല്ലെങ്കിൽ ശരീരത്തിൽ കുടികൊള്ളുന്നവനും ശരീരങ്ങളിൽ പ്രാണനായി നിലകൊണ്ട് ജീവജാലങ്ങളെ പ്രവർത്തിപ്പിക്കുന്നവനും പ്രാണനെ സംഹാരകാലത്ത് കണ്ണിക്കുന്നവനും പ്രകർഷേണ സ്തുതിക്കപ്പെടുന്നവനും പ്രപഞ്ചരൂപിയായതിനാൽ പൃഥുവായ രൂപമുള്ളവനും സ്വർണവർണ്ണമായ അണ്ടം വിസർജിച്ച് അതിൽ നിന്ന് സൃഷ്ടാവായ ബ്രഹ്മദേവനെ സൃഷ്ടിച്ചവനും ശത്രുക്കളെ ഹനിക്കുന്നവനും എല്ലാ സൃഷ്ടികളിലും വ്യാപിച്ചവനും ഗന്ധവാഹനായുള്ളവനും അന്തർമുഖ ധ്യാനത്താൽ പ്രാപിക്കാവുന്നവനും ഭഗവാൻ തന്നെ. അതുകൊണ്ട് ഈ ശ്ലോകം മഹാവിഷ്ണു ആണെന്നർത്ഥം. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ശ്ലോക പഠനം കഴിഞ്ഞു. അടുത്ത ശ്ലോകവുമായി അടുത്ത ക്ലാസ് വരും വരേക്കും ഹരി ഓം. സകലം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം നമോ നാരായണായ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ശ്രീനാരായണായേതി സമർപ്പയാമി. ഹരി ഓം. ഓം തത്സത്.